എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ള റണ്ണർ ചേസർ ഡൈനാമിക്സിനെ കുറിച്ചാണ്. ട്വിൻ ഫ്ലെയിം ജേണിയിൽ റണ്ണർ ചേസർ ഡൈനാമിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്പറേഷൻ തുടങ്ങുന്ന സമയത്താണ്. റണ്ണർ ചേസർ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ ചേസ് ചെയ്യണം. ഈ ചേസ് ചെയ്യുന്നതിനനുസരിച്ച് മറ്റേ അൺഅവൈലബിൾ ആയിട്ടുള്ള പാർട്ട്ണർ എന്ത് ചെയ്യും? റൺ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു ഡൈനാമിക്സിനെയാണ് നമ്മൾ റണ്ണർ ചേസർ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ട്വിൻ ഫ്ലെയിം ജേണിയിൽ 2 തരത്തിലാണ് ഈ ഒരു റണ്ണർ ചേസർ ഡൈനാമിക്സ് കണ്ടുവരുന്നത്. അതിന് നമുക്ക് ഫസ്റ്റ് ഫേസ് ഓഫ് റണ്ണർ ചേസർ ഡൈനാമിക്സ് എന്നും സെക്കൻഡ് ഫേസ് ഓഫ് റണ്ണർ ചേസർ ഡൈനാമിക്സ് എന്നും പറയാം. ഫസ്റ്റ് ഫേസ് ഓഫ് റണ്ണർ ചേസർ ഡൈനാമിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്പറേഷൻ തുടങ്ങുന്ന സമയത്താണ്. ഇവിടെ റൺ ചെയ്യുന്നത് ഡിവൈൻ മാസ്കുലിനും ചേസ് ചെയ്യുന്നത് ഡിവൈൻ ഫെമിനൈൻസ് ആയിരിക്കും. അതായത് സെപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് ഡിവൈൻ ഫെമിനൈൻസ് ഡിവൈൻ മാസ്കുലിനെ ചേസ് ചെയ്യുന്നു. ഡിവൈൻ മാസ്കുലിൻ ആണെങ്കിൽ ഈ ചേസിങ്ങിനെ അനുസരിച്ച് റൺ ചെയ്ത് പോവുകയും ചെയ്യുന്നു. ഈ ഒരു ടെൻഡൻസിയാണ് ഈ റണ്ണർ ചേസർ ഫസ്റ്റ് ഡൈനാമിക്സിൽ പൊതുവെ കണ്ടുവരുന്നത്. സെപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേയുള്ള ഇന്നർ കോൺഫ്ലിക്റ്റ് പീരീഡിലും ഡിവൈൻ ഫെമിനൈൻസ് ഈ ഒരു ഫസ്റ്റ് ഫേസ് ഓഫ് റണ്ണർ ചേസർ ഡൈനാമിക്സിൻ്റെ ടെൻഡൻസി കാണിച്ചു തുടങ്ങാറുണ്ട്. റണ്ണർ ചേസർ ഡൈനാമിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡിവൈൻ ഫെമിനൈൻസിന് താനൊരു ട്വിൻ ഫ്ലെയിം ജേണിയിലാണെന്നോ അതിൽ റണ്ണർ ചേസർ ഡൈനാമിക്സിലാണെന്നോ തുടങ്ങിയ അവയർനെസ് ഒന്നും ഉണ്ടാവില്ല. പിന്നീട് ഈ ഒരു ജേണിയിൽ മുന്നോട്ട് വരും തോറുമാണ് ഡിവൈൻ ഫെമിനൈൻസിന് ഈ ഒരു അവയർനെസ് ഉണ്ടാകുന്നത്. ഈ ഒരു സമയത്ത് ഡിവൈൻ ഫെമിനൈൻസിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് തൻ്റെ മാസ്കുലിൻ എനർജി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുവേണ്ടി മാക്സിമം ചേസിങ് നടത്തിക്കൊണ്ടേയിരിക്കും. ഡിവൈൻ ഫെമിനൈൻസ് എത്രത്തോളം ചേസ് ചെയ്യുന്നു അത്രത്തോളം ഡിവൈൻ മാസ്കുലിൻസ് ആണെങ്കിൽ ഈ ജേണിയിൽ നിന്നും ഡിവൈൻ ഫെമിനൈൻസിൽ നിന്നും റൺ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഈ ഒരു ഫസ്റ്റ് ഫേസ് ഓഫ് റണ്ണർ ചേസർ ഡൈനാമിക്സ് 1 മുതൽ 3 വർഷം വരെയാണ് കണ്ടുവരാറുള്ളത്. ഓരോ ഡിവൈൻ ഫെമിനൈൻസിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. വളരെ റെസിസ്റ്റൻസ് മോഡിലുള്ള ഡിവൈൻ ഫെമിനൈൻസിനാണെങ്കിൽ ഈ ഒരു 3 എന്നുള്ളത് ഒരുപാട് മുന്നോട്ട് പോകും. എത്രത്തോളം നമ്മൾ ഗ്രോ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും റണ്ണർ ചേസർ ഡൈനാമിക്സിൽ ഫ്ലിപ്പിംഗ് സംഭവിക്കുന്നത്. ഈ ഒരു റണ്ണർ ചേസർ ഡൈനാമിക്സിൽ ഡിവൈൻ ഫെമിനൈൻസ് ഒരു പോയിൻ്റ് എത്തുന്ന സമയത്ത് ഈ ഒരു ചേസിങ് സ്റ്റോപ്പ് ചെയ്യും. അതായത് തൻ്റെ മാസ്കുലിൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല എന്നും തനിക്കത് പെയിൻ മാത്രമാണ് തരുന്നതെന്നും ഡിവൈൻ ഫെമിനൈൻസ് ആക്സെപ്റ്റ് ചെയ്യും. ഈ ഒരു ആക്സെപ്റ്റ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് തൻ്റെ കംപ്ലീറ്റ് എനർജി എക്സ്റ്റേണൽ വേൾഡിലേക്ക് ഡിവൈൻ ഫെമിനൈൻസ് നൽകിയിട്ടുള്ള എസ്പെഷ്യലി ഡിവൈൻ മാസ്കുലിന് നൽകിയിട്ടുള്ള ആ എനർജി കംപ്ലീറ്റ്ലി തൻ്റെ പേഴ്സണൽ ആൻഡ് സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഡിവൈൻ ഫെമിനൈൻസ് യൂസ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്താണ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലാണ് സെക്കൻഡ് ഫേസ് ഓഫ് റണ്ണർ ചേസർ ഡൈനാമിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഫേസ് ഓഫ് റണ്ണർ ചേസർ ഡൈനാമിക്സിൽ റൺ ചെയ്യുന്നത് ഡിവൈൻ ഫെമിനൈൻസും ചേസ് ചെയ്യുന്നത് ഡിവൈൻ മാസ്കുലിനുമായിരിക്കും. ഈ ഒരു കണക്ഷനിൽ നിന്നും തനിക്ക് പെയിൻ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഡിവൈൻ ഫെമിനൈൻസ് ആ ഒരു പെയിനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇന്നർ വർക്കിനെ ചൂസ് ചെയ്യും. ഇന്നർ വർക്കിനല്ലാതെ മറ്റൊന്നിനും ഈ ഒരു പെയിനിൽ നിന്ന് തന്നെ രക്ഷിക്കാനാവില്ല എന്ന് മനസ്സിലാക്കുന്ന ഡിവൈൻ ഫെമിനൈൻസ് വളരെ ഇൻറ്റൻസ് ആയിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടും ഇന്നർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു സമയത്ത് എക്സ്റ്റേണൽ വേൾഡിലേക്ക് ഡിവൈൻ ഫെമിനൈൻസ് കൊടുത്തിട്ടുള്ള എല്ലാ എനർജീസിനെയും തൻ്റെ സോളിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ തുടങ്ങും. ഈ സമയത്ത് ഡിവൈൻ ഫെമിനൈൻസിൻ്റെ എനർജിയുടെ ആബ്സെൻസ് ഡിവൈൻ മാസ്കുലിന് മനസ്സിലാവാൻ തുടങ്ങും. ഡിവൈൻ മാസ്കുലിൻ തിരിച്ച് ഡിവൈൻ ഫെമിനൈൻസിനെ ചേസ് ചെയ്യാൻ തുടങ്ങും. ഈ ചേസിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡിവൈൻ ഫെമിനൈൻസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവിടെ ഡിവൈൻ ഫെമിനൈൻസ് റൺ ചെയ്യുന്നത് തൻ്റെ ഉള്ളിലുള്ള പെയിൻ കൊണ്ടാണ്. അതായത് അൺഹീൽഡ് ആയിട്ടുള്ള ഭാഗം ഡിവൈൻ ഫെമിനൈൻസിൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ്. ഹീൽഡ് ആയിട്ടുള്ള ഡിവൈൻ ഫെമിനൈൻസ് ഒരിക്കലും ഈ ഒരു കണക്ഷനിൽ നിന്നോ തൻ്റെ ഡിവൈൻ മാസ്കുലിൽ നിന്നോ പേടിച്ചോടില്ല. ഇവിടെ റണ്ണർ ചേസർ ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവിടെ ഹീൽ ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളതാണ്. ഹീലിംഗ് ഓൾമോസ്റ്റ് ആകുന്ന സമയത്താണ് ഈ ഒരു റണ്ണർ ചേസർ ഡൈനാമിക്സ് എൻഡ് ചെയ്യുന്നത്. ഇവിടെ സെക്കൻഡ് ഫേസ് ഓഫ് റണ്ണർ ചേസർ ഡൈനാമിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനർജറ്റിക്കലി ആബ്സെൻസ് മനസ്സിലാക്കുന്ന ഡിവൈൻ മാസ്കുലിന് ആദ്യം ഒരു കൺഫ്യൂഷനായിരിക്കും. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല. അത്രയും കാലം തൻ്റെ പുറകെ നടന്നുകൊണ്ടിരുന്ന ഡിവൈൻ ഫെമിനൈൻസിന് പെട്ടെന്നൊരു മാറ്റം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ഡിവൈൻ മാസ്കുലിന് മനസ്സിലാവില്ല. താൻ നഷ്ടപ്പെടുമോ എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു എനർജിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അത് എത്രത്തോളം ഡിവൈൻ മാസ്കുലിന് ഒരു പ്രൊട്ടക്ഷൻ ഒരു ഹീലിംഗ് നൽകുന്നുണ്ട്, സെൻസ് ഓഫ് സെക്യൂരിറ്റി നൽകുന്നുണ്ട് എന്നുള്ളത് ഡിവൈൻ ഫെമിനൈൻസിൻ്റെ ആബ്സെൻസിലൂടെ ഡിവൈൻ മാസ്കുലിൻ മനസ്സിലാക്കാൻ തുടങ്ങും. ഡിവൈൻ ഫെമിനൈൻസ് ഡിവൈൻ മാസ്കുലിൻ തിരിച്ചു വരുന്ന സമയത്ത് എക്സൈറ്റഡ് ആയിട്ട് ഡിവൈൻ മാസ്കുലിൻ തൻ്റെ എനർജി കംപ്ലീറ്റ്ലി നൽകും. ഈ ഒരു സമയത്ത് ആ എനർജി റിസീവ് ചെയ്ത് ഡിവൈൻ മാസ്കുലിൻ വീണ്ടും റൺ ചെയ്യാൻ തുടങ്ങും. സെപ്പറേഷൻ ഫേസ് വീണ്ടും നീണ്ടു നിൽക്കാൻ തുടങ്ങും. ഇവിടെ ഡിവൈൻ മാസ്കുലിൻ റൺ ചെയ്ത് പോകുന്നതിനേക്കാൾ മുന്നേ ഡിവൈൻ ഫെമിനൈൻസിന്
എന്തെങ്കിലും ട്രിഗേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളോ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടാണ് പോകുന്നത്. അതായത് ഹീൽ ചെയ്യാനുള്ള ഭാഗങ്ങളെ കാണിച്ചു കൊടുത്തിട്ടാണ് പോകുന്നത്. പിന്നീട് വീണ്ടും ഡിവൈൻ ഫെമിനിൻസ് ആ ഒരു വൂൺസിൻ്റെ മേലെ വർക്ക് ചെയ്ത് തൻ്റെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെയും ഡിവൈൻ മാസ്കുലിൻ ഈ ഒരു ജേണിയിൽ തിരിച്ച് ചേസ് ചെയ്യും. ഡിവൈൻ ഫെമിനിൻസ് എനർജി കൊടുക്കും, പിന്നെയും ഹീൽ ചെയ്യും. അങ്ങനെ ഒരുപാട് കാലം ഈ ഒരു പീരീഡും നീണ്ടു നിൽക്കും. അതായത് ഹീൽ ചെയ്യാൻ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഈ ഒരു പീരീഡ് നീണ്ടു നിൽക്കുന്നതാണ്. ഈ ഒരു ഫേസിലൂടെ കടന്നു പോകുന്ന ഡിവൈൻ ഫെമിനിൻസ് ആണെങ്കിലും ഡിവൈൻ മാസ്കുലിൻസ് ആണെങ്കിലും എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ റെനർജൈസർ ഡൈനാമിക്സ് എന്ന് പറയുന്നത് ട്വിൻ ഫ്ലെയിം ജേണിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് നമുക്ക് ഹീൽ ചെയ്യാനുള്ള കാര്യങ്ങളെ പരസ്പരം മിറർ ചെയ്ത് കാണിക്കുന്ന പീരീഡാണ്. ഈ ഒരു പീരീഡിന് എനർജി എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ളത് കൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഓരോ തവണ ഡിവൈൻ മാസ്കുലിൻ തിരിച്ചു വരുന്ന സമയത്തും ട്രിഗേഴ്സ് കിട്ടിയാണ് ഡിവൈൻ ഫെമിനിൻസ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഹീൽ ചെയ്ത് മുന്നോട്ട് വരുന്നത്. തൻ്റെ ഡിവൈൻ ഫെമിനിൻസിൻ്റെ എനർജി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് തൻ്റെ ലൈഫിൽ എന്നുള്ളത്, തൻ്റെ സോൾ ലെവലിൽ അത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഡിവൈൻ മാസ്കുലിന് മനസ്സിലാവുന്നതും ഫെമിനിൻസിൻ്റെ എനർജി ആബ്സെൻസിലൂടെയാണ്. അപ്പം ഈ ഒരു രണ്ട് ഡൈനാമിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ അതിന് അതിൻ്റേതായ ഒരു പേർപ്പസും ഉണ്ട്.